ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ക്വാണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗമാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് അഥവാ അംശബന്ധവും അനുപാതവും. നമുക്ക് നോക്കാം എന്താണ് അംശബന്ധം അഥവാ റേഷ്യോ. അംശബന്ധം അഥവാ റേഷ്യോ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് സംഖ്യകൾ എഴുതുന്നു, 5, 10. ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 1:2 എന്ന് പറയും, അല്ലേ? അതായത് ഈ അംശബന്ധം 1:2 എന്ന് എഴുതിയത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ഞാൻ 5നെ 10 കൊണ്ട് ഹരിക്കുന്നു. 5/10 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ നേരെ എങ്ങനെ എഴുതും? 5/10 എന്ന് എഴുതും, അല്ലേ? അപ്പൊ ഇതിനെ വീണ്ടും ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കി മാറ്റുമ്പോ 5ൽ 5 ഒരു തവണയും 10ൽ 2 തവണയും പോകും. ഇതിനെയാണ് നമ്മൾ നേരെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഷോർട്ടായിട്ടുണ്ട് 1/2 എന്നുള്ളതിനെ 1:2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് അംശബന്ധം എന്ന് പറഞ്ഞാൽ. അംശബന്ധം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം സംഖ്യകളെ ഹരണം കൊണ്ട് താരതമ്യം ചെയ്യുന്നതാണ്, അല്ലെ? കമ്പാരിസൺ ഓഫ് 2 or more numbers by division is called ratio. അപ്പൊ ഇവിടെ 5, 10 എന്നീ സംഖ്യകളെ ഞാൻ ഹരിച്ചിരിക്കുന്നത് 5 എന്ന സംഖ്യ കൊണ്ടാണ്. അപ്പൊ 5നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 1 കിട്ടി, 10നെ 5 കൊണ്ട് ഹരിച്ചപ്പോ 2 കിട്ടി. ഞാനിപ്പോ ഇതാ 3 സംഖ്യകൾ എക്സാമ്പിൾ എഴുതാണ്. 8, 16, 32. ഈ 3 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എങ്ങനെ എഴുതാം? അപ്പൊ നമ്മൾ നോക്കുക, എല്ലാ സംഖ്യകളെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. അതെന്താണോ? ഉസാഗ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോ തന്നിരിക്കുന്ന സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് ഉസാഗ. അപ്പോ ഇവിടെ 8, 16, 32 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. 8നെ 8 കൊണ്ട് ഹരിക്കാം, 16നെ 8 കൊണ്ട് ഹരിക്കാം, 32നെ 8 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? 1:2:4 ആണ്, അല്ലേ? അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലേക്കാക്കി റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ ആ സംഖ്യകളെ ഉസാഗ കൊണ്ടാണ് ഹരിക്കുന്നത്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് LCM ആൻഡ് HCF എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടോ അതിലധികം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധവും അവയുടെ ഉസാഗയും തന്നു കഴിഞ്ഞാൽ സംഖ്യകൾ സമം അംശബന്ധം ഗുണിക്കണം ഉസാഗ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇവിടെ നോക്കുക, 3 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 1:2:4 അവയുടെ ഉസാഗ HCF എത്രയാ? 8 ആയാൽ സംഖ്യകൾ ഏവ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? 1 ഗുണം 8 8, 2 ഗുണം 8 16, 4 ഗുണം 8 32, അല്ലേ? അപ്പോ ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പൊ ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ റേഷ്യോയെ സംഖ്യകളാക്കി മാറ്റി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. 1x, 2x, 4x എന്ന് എഴുതാറുണ്ട്, അല്ലെ? അങ്ങനെ ഇങ്ങനെ ചേർത്ത് എഴുതുന്ന x എപ്പോഴും ഷോർട്ടസ്റ്റ് ഫോം ആണെങ്കിൽ അതെന്തായിരിക്കും? HCF ആയിരിക്കും, ഉസാഗ ആയിരിക്കും. അപ്പോ ഒരിക്കൽ കൂടെ പറയാം, അംശബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികം സംഖ്യകളെ ഹരണം കൊണ്ട് താരതമ്യം ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് പ്രൊപ്പോർഷൻ അഥവാ അനുപാതം എന്ന് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞു 5, 10 എന്നീ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം, അതായത് 5/10 എന്ന് പറഞ്ഞാൽ നമ്മൾ 1/2 എന്ന് എഴുതും, അല്ലെ? അതായത് 5/10 എന്നത് 1/2 തുല്യമാണ്. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കേ? 1/2 എന്ന് പറഞ്ഞാൽ എനിക്ക് 500/1000 എന്ന് എഴുതിക്കൂടെ? 500/1000 എന്ന് എഴുതാം. അല്ലെങ്കിൽ 4/8 എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ 2x/4x എന്ന് എഴുതാം, അല്ലെ? അപ്പൊ ഇവിടെ ഇതൊക്കെ തുല്യമാണ്. അപ്പൊ ഇതിന്റെ അംശബന്ധം പറയുമ്പോൾ നമ്മൾ 5:10 സമം 1:2 ആണ്. അത് സമം 500:1000 ആണ്. അത് സമം 4:8 ആണ്. അത് സമം 2x/4x ആണ് എന്ന് പറയാം, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? രണ്ടോ അതിലധികം അംശബന്ധങ്ങൾ തമ്മിലുള്ള തുല്യതയാണ്, അല്ലെ? അപ്പോ ഇക്വാലിറ്റി എമംഗ് 2 or more ratios is called proportion അഥവാ അനുപാതം എന്ന് പറയും. രണ്ടോ അതിലധികം സംഖ്യകൾ തമ്മിലുള്ള, രണ്ടോ അതിലധികം അംശബന്ധങ്ങൾ തമ്മിലുള്ള തുല്യതയാണ് നമ്മൾ എന്ത് പറയാ? അനുപാതം എന്ന് പറയാ. അതായത് A/B എന്ന് പറയുന്നത് C/Dക്ക് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A/B സമം C/D എന്ന് പറയാം, അല്ലെ?
അതായത് A:Bയും C:Dയും തുല്യമാണ് എന്നതിനെ ഈ ഈക്വൽ ടുവിന് പകരം നമ്മൾ W എഴുതാറുണ്ട്. അപ്പൊ ഇവിടെ ഈ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്നാണ് അർത്ഥം. അതായത് A:Bയും C:Dയും തുല്യമാണെങ്കിൽ A:Bയും C:Dയും അനുപാതത്തിലാണ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു A/B = C/D ആയാൽ അല്ലെ, A/B = C/D ആയാൽ അപ്പൊ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു, A ഗുണിക്കണം D, AD = BC അല്ലെ. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടാവും. അതായത് അനുപാതം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം അംശബന്ധങ്ങൾ തമ്മിലുള്ള തുല്യത. കിട്ടിയല്ലോ. അപ്പോ A:B = C:D ആയാൽ A:B W:C:D ആണ്. അതായത് A/B = C/D ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, AD = BC. കിട്ടിയോ? ഓക്കെ. നമുക്കിനി ഈ പാഠഭാഗം കൂടുതൽ ചോദ്യ വിശകലനങ്ങളിലൂടെ പഠിക്കാം. ചോദ്യം നോക്കാം. 0.75:x = 5:8 ആയാൽ x ന്റെ വില എത്ര എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് A:B = C:D ആയാൽ എന്താണ് AD = BC എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് A:B = C:D ആയാൽ AD = BC. അപ്പൊ ഇവിടെ A യുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 0.75, B യുടെ സ്ഥാനത്ത് x, C യുടെ സ്ഥാനത്ത് 5, D യുടെ സ്ഥാനത്ത് 8 അല്ലെ. അപ്പൊ AD = അപ്പൊ 0.75 × 8 = BC. x × 5 ആണ് അല്ലെ. അപ്പൊ x നമ്മൾ അവിടെ വെച്ചു, ബാക്കിയുള്ളത് ഒക്കെ സമത്തിനിപ്പുറം വരുമ്പോൾ എന്താവും? 0.75 × 8 divided by 5 അല്ലെ. അതായത് x = 0.75 × 8 divided by 5. അപ്പൊ നമ്മൾ നോക്കുക, 75 5 എത്ര തവണ പോകും? 15 times അല്ലെ. അപ്പോ 0.75 0.15 അല്ലെ. അപ്പൊ 0.15 × 8 എന്ന് പറയുന്നത് എന്താ കിട്ടുക? 15 × 8 120 ആണ്. അപ്പൊ 0.15 × 8 എന്ന് പറഞ്ഞാൽ 1.2 കിട്ടും. ഓക്കെ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ന്റെയും 15ന്റെയും മൂന്നാം അനുപാതം എത്ര എന്ന്. അപ്പോ നമുക്ക് ആദ്യം മൂന്നാം അനുപാതം എന്താണ് എന്ന് പഠിക്കാം. തേർഡ് പ്രൊപ്പോർഷൻ. അതായത് A:Bയും B:C തന്നാൽ, A:Bയും B:C തന്നാൽ A:B:C CA എയുടെയും ബിയുടെയും മൂന്നാം അനുപാതം എന്ന് പറയും. അതായത് A:Bയും B:C തന്നാൽ A:B:C CA എയുടെയും ബിയുടെയും മൂന്നാം അനുപാതം എന്ന് പറയും. അതായത് അനുപാതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈക്വൽ ആണ് അല്ലെ. അതായത് ഇവിടെ എന്തായിരിക്കും? A:B = B:C ആയിരിക്കും അല്ലെ. ഇവിടെ മൂന്നാം അനുപാതം ഏതാ? C അല്ലേ. അപ്പോ A/B = B/C ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ AC = B² അല്ലെ. B × B B² ആണ്. അപ്പൊ C മൂന്നാം അനുപാതം C = എന്ത് കിട്ടും? B²/A ആണ് അല്ലെ. ഇവിടെ B തുല്യമായത് കൊണ്ടാണ് നമ്മൾ മൂന്നാം അനുപാതം C = B²/A എന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, തന്നിരിക്കുന്നത് A:B എത്രയാണോ? 9:15 ആണ്. ഇനി B:C എത്രയാ തന്നിരിക്കുന്നത്? 15:, കാരണം B തുല്യമാണ്, 15:C ആണ്. അപ്പൊ മൂന്നാം അനുപാതമായ C കാണണം. C എങ്ങനെ കാണുക? C = B²/A. B എന്താണ്? 15. അപ്പൊ 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 × 15 divided by 9 അല്ലെ. അപ്പൊ നോക്കുക, 15ൽ 3 5 തവണ, 9ൽ 3 തവണ അല്ലെ. വീണ്ടും 15ൽ 3 എത്ര തവണ? 5 തവണ. അപ്പൊ 5 × 5 എത്രയാണ് ഉത്തരം? 25. അപ്പോ ഇവിടെ 9ന്റെയും 15ന്റെയും മൂന്നാം അനുപാതം എത്രയാണ്? 25 ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A:B = 2:3, B:C = 4:5 ആയാൽ A:B:C എത്ര എന്നാണ്. ഇവിടെയും നമ്മൾ A:B:C എന്ന് പറയുമ്പോൾ C മൂന്നാം അനുപാതമാണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? A:B = 2:3,
B/C ഈക്വൽ ടു 4:5 ആണ് അല്ലേ? അപ്പൊ ഇവിടെ ബി വ്യത്യസ്തമാണ്. ഇവിടെയുള്ള ബി എത്രയാണ്? 3 ആണ്. ഇവിടെയുള്ള ബി എത്രയാണ്? 4 ആണ്. അപ്പോ ബി വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ ബിനെ തുല്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A/B/C കിട്ടും അല്ലേ? തുല്യമാക്കണം. അതായത് ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക, A/B/C ആണ് നമുക്ക് കാണേണ്ടത്. തന്നിരിക്കുന്നത് A/B 2:3 അല്ലേ? A/B ഇനി B/C 4:5 ആണ്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ എഴുതി. എന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത്? A/B/C ആണ് കാണേണ്ടത്. പക്ഷെ ഇവിടെ ബി ആണ് വ്യത്യസ്തമായിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ എല്ലാത്തിനെയും ബി കൊണ്ട് ഗുണിച്ച് തുല്യമാക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? A/B/C കിട്ടും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഈ എ ഈ ബി ആയ അല്ലെ, ഈ ബി ആയ 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 2 × 4 8 ഈസ്റ്റു 3 × 4, അതായത് ഈ ബിനെ ഈ ബി കൊണ്ട് ഗുണിക്കുന്നു. 3 × 4 12 ഈസ്റ്റു 3 × 5 ഈ ബിയെ ഈ സി കൊണ്ട് ഗുണിക്കുന്നു. കാരണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇതിന്റെ കൂടെയുള്ള ബി, ഇവിടെ ബി 3 ഉണ്ട്. അപ്പോ ഇതിനെ താഴത്തുള്ള ഈ ബി കൊണ്ട് ഗുണിക്കണം. കിട്ടിയോ? ഇനി ഇവിടെ നോക്കുക, ഈ 4:5 ഇതിന്റെ കൂടെ ബി 4 ഉണ്ട്. അപ്പൊ ഇതിനെ മുകളിലത്തെ ബി കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലെ? അപ്പൊ 3 × 5 എത്രയാണ്? 15 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ 8:12:15 ആണ്. ഇനി ചില ആളുകൾക്ക് ഇങ്ങനെ ഗുണിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോ ഇതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് A/B/C കാണാന് A/Bന്റെ വില 2:3 നേരെ എഴുതി വെക്കും. എന്നിട്ട് B/Cന്റെ വിലയായ 4:5 ഇത് നേരെ താഴെയും എഴുതി വെച്ചു. എന്നിട്ട് നമുക്ക് എല്ലാത്തിനെയും ബി കൊണ്ട് ഗുണിച്ച് തുല്യാക്കാന്നല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, 2:3 സിന്റെ ഭാഗത്ത് ഒന്നുമില്ലല്ലോ. ഈ 3 ഒരു പ്രാവശ്യം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കുക 4:5 അല്ലേ? അപ്പൊ ഇവിടെ എന്റെ ഭാഗത്ത് ഒന്നുമില്ല. അപ്പൊ ഈ 4 ഒരു തവണ ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് ഇത് നേരെ ഗുണിക്കുക. നേരെ ഗുണിച്ചാൽ എത്രയാ? 4 × 2 8, 4 × 3 12, 5 × 3 15. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കുക, A = 1/2, B = 1/3, C = 1/4 ആയാൽ A/B/C കാണുക. അപ്പൊ നമ്മൾ A/B/C കാണാൻ പോവാണ്. അപ്പൊ A/B/C A എത്രയാണ് തന്നിരിക്കുന്നത്? 1/2 1/3 1/4. അപ്പൊ ഇവിടെ നോക്കുക 1/2 ഇത് ഭിന്നസംഖ്യാ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. 1/2 1/3 1/4. അപ്പോ അംശബന്ധത്തെ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പറയോ? ഇല്ല, അത് പൂർണ്ണസംഖ്യ ആയിട്ടാണ് പറയുക അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഈ ഛേദങ്ങളുടെ LCM കാണാം. 2 3 4 LCM നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ 2 3 4 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അത് കാണാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ 4 ആണ് അല്ലെ? അപ്പൊ 4നെ 4 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് പറ്റില്ല, 2 കൊണ്ട് പറ്റും. 4ന്റെ അടുത്ത ഗുണിതം നോക്കി 8, 8നെ 4 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റില്ല, 2 കൊണ്ട് പറ്റും. വീണ്ടും അടുത്ത ഗുണിതം 4 3 12 അല്ലെ? അപ്പൊ 12നെ 4 കൊണ്ട് പറ്റും, 12നെ 3 കൊണ്ട് പറ്റും, 12നെ 2 കൊണ്ട് പറ്റും. അപ്പൊ ഇവിടെ LCM എത്രയാണ് നമ്മൾ എടുത്തു നോക്കുക? LCM = 12 ആണ്. എന്നിട്ട് ഇതിന്റെ ഒക്കെ ഛേദം എന്താക്കുന്നത്? നമ്മൾ 12 ആക്കുകയാണ്. അപ്പൊ 2 × ഇതിനെ 12 ആക്കാൻ 6 കൊണ്ട് ഗുണിക്കണം അല്ലെ? ഈ ഛേദത്തെ 12 ആക്കാൻ 6 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് അംശത്തെയും നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. അതേപോലെ ഇവിടെ ഈ 3നെ 12 ആക്കാൻ 4 കൊണ്ട് ഗുണിക്കുന്നു. അതുകൊണ്ട് അംശത്തെയും 4 കൊണ്ട് ഗുണിക്കുന്നു. ഈസ്റ്റു 1/, ഈ 4നെ 12 ആക്കാൻ 3 കൊണ്ട് അംശത്തെയും 3 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6/12 4/12 3/12 അല്ലെ? അപ്പൊ ഇവിടെ ഛേദം തുല്യമായതുകൊണ്ട് ഛേദത്തെ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പൊ റേഷ്യോ എന്താ വരിക? 6:4:3. ഇതാണ് ഉത്തരം. അപ്പൊ ഇതിന് ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം.
എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് 2, 3, 4 ഇതിന്റെ LCM എടുക്കുന്നു. എത്രയാണോ? 12 അല്ലേ? അപ്പൊ ആ 12നെ ഈ 2 കൊണ്ട് ഹരിക്കുക. 12/2 അതാണ് 6. 12/3 അതാണ് 4. 12/4 അതാണ് 3. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. 3A സമം 4B സമം 5C ആയാൽ A:B:C എത്ര എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. 3A സമം 4B സമം 5C. ഞാൻ ഇതിനൊരു വില കൊടുത്തു, ഈക്വൽ ടു 1. അതായത് 3A ഈക്വൽ ടു 1 ആണ്, 4B ഈക്വൽ ടു 1 ആണ്, 5C ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ A ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1/3 എഴുതാം അല്ലെ? B ഈക്വൽ ടു 1/4 എഴുതാം, C ഈക്വൽ ടു 1/5 എഴുതാം അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാ A:B:C കാണുക? A:B:C എന്ന് പറയുമ്പോൾ ഇവിടെ 1/3:1/4:1/5 ആണ് അല്ലെ? അപ്പൊ ഇതേ മോഡൽ നമ്മൾ ഇപ്പൊ ചെയ്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ഛേദങ്ങളുടെ LCM എത്രയാ? 3ന്റെയും 4ന്റെയും 5ന്റെയും LCM 60 അല്ലേ? ശരിയല്ലേ? ഇത് അഭാജ്യ സംഖ്യകളല്ലേ? സോറി, 1 പൊതു ഘടകമായിട്ടുള്ള സംഖ്യയാണ്. ഇതിൽ 4 ഒഴികെ ബാക്കി രണ്ടും അഭാജ്യ സംഖ്യയാണ് അല്ലെ? അപ്പൊ ഇതിന്റെ ലസാഗു എന്ന് പറയുന്നത് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. അപ്പൊ 3 × 4 12 × 5 60 ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 60/3 20 ഈസ്റ്റു 60/4 15 ഈസ്റ്റു 60/5 12. ശരിയല്ലേ? അപ്പൊ 20:15:12. അപ്പൊ ഇതിന് കൂടുതൽ എളുപ്പവഴി എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 3A സമം 4B സമം 5C അല്ലേ? അപ്പൊ നമ്മൾ ഈ 3ന്റെയും 4ന്റെയും 5ന്റെയും LCM എടുക്കുന്നു. എത്രയാണ് LCM? 60 അല്ലേ? എന്നിട്ട് A:B:C കാണാൻ ഈ 60നെ A ന്റെ ഇപ്പുറത്തുള്ള സംഖ്യ 3 അല്ലേ? 60നെ 3 കൊണ്ട് ഹരിച്ചാൽ 20. ഇനി ബിന്റേത് കാണാൻ 60നെ 4 കൊണ്ട് ഹരിക്കുന്നു. എത്രയാ? 60നെ 4 കൊണ്ട് ഹരിച്ചാൽ 15. സിയുടേത് കാണാൻ 60നെ 5 കൊണ്ട് ഹരിക്കുന്നു. എത്രയാ? 12. അപ്പോ 20:15:12. ഇനി കൂടുതലായിട്ടുള്ള ഒരു ഷോർട്ട് കട്ടും കൂടി പറഞ്ഞുതരാം. 3A ഈക്വൽ ടു 4B ഈക്വൽ ടു 5C അല്ലേ? അപ്പൊ നമുക്ക് A:B:C കാണാൻ, അപ്പൊ A കാണാൻ വേണ്ടി Aനെ ഞാൻ മറച്ചു പിടിച്ചു. അപ്പൊ 4 × 5 എത്രയാണോ? 20. ഇനി B കാണാൻ വേണ്ടി Bനെ മറച്ചു പിടിച്ചു. അപ്പൊ 5 × 3 എത്രയാ? 15. C കാണാൻ Cനെ മറച്ചു പിടിച്ചു. അപ്പൊ 4 × 3 12. ക്ലിയർ അല്ലേ? ഇതും കൂടുതലായിട്ട് ഒരു എളുപ്പ വഴിയായിട്ട് തോന്നില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. A/2 ഈക്വൽ ടു B/3 ഈക്വൽ ടു C/5 ആയാൽ A:B:C എത്ര എന്നാണ്. നോക്കുക, A/2 ഈസ് ഈക്വൽ ടു B/3 ഈസ് ഈക്വൽ ടു C/5. അപ്പൊ ഞാൻ അതിന് ഒരു വില കൊടുത്തു, ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അതായത് A/2 ഈക്വൽ ടു 1 ആണ്, B/3 ഈക്വൽ ടു 1 ആണ്, C/5 ഈക്വൽ ടു 1 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ A ഈക്വൽ ടു എന്ത് എഴുതാം? ഇത് അങ്ങോട്ട് പോകുമ്പോൾ A ഈക്വൽ ടു 2, B ഈക്വൽ ടു 3, C ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ A:B:C എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2:3:5 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ കാണുന്നില്ലേ 2, 3, 5, അങ്ങനെ തന്നെ എഴുതി നോക്കുക. 2:3:5. ഓക്കെ, ഏഴാമത്തെ ചോദ്യം നോക്കുക. A/4 ഈക്വൽ ടു B/5 ഈസ് ഈക്വൽ ടു C/7 ആയാൽ A+B+C ഡിവൈഡഡ് ബൈ A യുടെ വില എത്ര എന്നാണ്. നമ്മൾ തൊട്ടു മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തു ഇങ്ങനെ. A/4 ഈസ് ഈക്വൽ ടു B/5 ഈസ് ഈക്വൽ ടു C/7 ഈക്വൽ ടു 1 എന്നും പറഞ്ഞു കൊടുത്തു അല്ലെ? ഇതേ മോഡൽ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് A ഈക്വൽ ടു 4 എന്ന് എഴുതാം, B ഈക്വൽ ടു 5 എന്ന് എഴുതാം, C ഈക്വൽ ടു 7 എന്ന് എഴുതാം അല്ലെ? ഇനി ഈ വില അതിലേക്ക് കൊടുത്താൽ പോരെ? അപ്പോ A+B+C എന്ന് പറയുമ്പോ 4 + 5 + 7 ഡിവൈഡഡ് ബൈ A എത്രയാണ്? 4. അപ്പോ 5 4 9 7 16/4. എന്താണോ ആൻസർ? 4 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. A:B സമം
3:4, B:C സമം 2:3, C:D സമം 3:5 ആയാൽ A:B:C:D എത്ര എന്നാണ്. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? A:B, B:C, C:D തന്നിട്ടുണ്ട്. എന്നിട്ട് കാണാൻ പറഞ്ഞിരിക്കുന്നത് A:B:C:D ആണ്. അതായത് A:B യും B:C യും C:D തന്നാൽ A:B:C:D യിൽ D യെ A യുടെയും B യുടെയും C യുടെയും 4-ാം അനുപാതം എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് A:B:C:D കണ്ടു കഴിഞ്ഞാൽ D മാത്രം എഴുതി കഴിഞ്ഞാൽ 4-ാം അനുപാതം കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ A:B:C:D കാണാം. നോക്കുക എങ്ങനെ കാണാം? A:B:C:D. അപ്പൊ ഇവിടെ നടുവിൽ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആള് B:C ആണ്. അപ്പൊ എല്ലാത്തിനെയും B കൊണ്ടും C കൊണ്ടും ഗുണിച്ച് തുല്യമാക്കണം, എങ്കിൽ മാത്രമേ A:B:C:D നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം A:B ന്റെ വില എഴുതി 3:4, B:C ന്റെ വില 2:3, C:D ന്റെ വില 3:5. എന്നിട്ട് ഇവിടെ എല്ലാത്തിനെയും B കൊണ്ടും C കൊണ്ടും ഗുണിച്ച് തുല്യാക്കണം. അപ്പം ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? 3 × 2 6, 6 3 18, 4 × 2 8, 8 3 24, 4 × 3 12, 12 × 3 36, 4 × 3 12 × 5 60. ശരിയല്ലേ? ഇനി എല്ലാത്തിനെയും നമുക്ക് 6 കൊണ്ട് ഹരിക്കാം. അപ്പോ 3 6 18, 4 6 24, 6 6 36, 10 6 60. ഇതാണ് A:B:C:D. അപ്പൊ ഇങ്ങനെ ഗുണിക്കുന്ന ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? A:B:C:D കാണാൻ. അപ്പൊ ഞാൻ A:B:C കാണുന്ന സമയത്ത് ഇതേപോലെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? A:B ന്റെ വില എത്രയാണ്? 3:4, B:C ന്റെ വില 2:3, C:D ന്റെ വില 3:5. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ B അല്ലെ 3:4 കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഈ 4 എക്സ്റ്റൻഷൻ ഇട്ട് കൊടുക്കുക, അങ്ങോളം ഇട്ട് കൊടുത്തു. ഇനി അതേപോലെ ഇവിടെ 3 അപ്പുറത്ത് എഴുതി കൊടുത്തു. ഇവിടെ എന്താ എഴുതേണ്ടത്? 2. അതേപോലെ ഇവിടെ ഈ 3 ഇങ്ങോട്ട് എഴുതി, ഈ 3 വീണ്ടും എഴുതി. എന്നിട്ട് നേരിട്ട് ഗുണിക്കുക. 3 2 6 3, 3 2 6 3 18, 4 2 8 3 24, 4 3 12 3 36, 4 3 12 5 60. ഇനി ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3:4:6:10 കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 25-ന്റെയും 9-ന്റെയും മധ്യാനുപാതം എത്ര? മധ്യാനുപാതം എന്ന് പറഞ്ഞാൽ മീൻ പ്രപ്പോർഷൻ. അതായത് A യുടെയും B യുടെയും മധ്യാനുപാതം എന്നാൽ √AB ആണ്. ഇനി C ഉണ്ടെങ്കിലോ √ABC ആണ്. ഇതിന് പകരം ഇങ്ങനെ ചോദിക്കാം, 25:9 മധ്യാനുപാതം എത്ര എന്നാണ്. അതും എന്താണ് ആൻസർ? √25 × 9 ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കാണണം? മീൻ പ്രപ്പോർഷൻ ഈസ് ഈക്വൽ ടു മധ്യാനുപാതം സമം √25 × 9. 25ന്റെ റൂട്ട് എത്രയാ? 5. 9ന്റെ റൂട്ട് 3. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 15 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 6:7 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? അതായത് A:B യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് കണ്ടാൽ മതി? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു A²:B² ആണ്. അപ്പൊ C ഉണ്ടെങ്കിലോ A²:B²:C² ആണ്. അതായത് A യുടെയും B യുടെയും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ A²:B². അപ്പൊ ഇവിടെ എന്താണ് കാണുന്നത്? 6ന്റെയും 7ന്റെയും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അല്ലേ? അപ്പൊ 6ന്റെയും 7ന്റെയും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ സമം 6² ആണ്. അപ്പൊ 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. 7ന്റെ സ്ക്വയർ 49 ആണ്. ഇനി ഇത് നേരെ തിരിച്ചു ചോദിക്കാം. അതായത് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് ചോദിക്കൂലേ? അതിനെയാണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ചോദിച്ചാലോ? 36ന്റെയും 49ന്റെയും അതായത് 36:49ന്റെയും സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ.
സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. അപ്പൊ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് എയുടെയും ബിയുടെയും സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ സമം റൂട്ട് എ ഈസ് ടു റൂട്ട് ബി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് 36 ഈസ് ടു റൂട്ട് 49 ചെയ്യണം അല്ലെ. റൂട്ട് 36 എത്രയാണോ? 6. റൂട്ട് 49 7. അപ്പോ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്നും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്നും മനസ്സിലായി കാണും. അടുത്തത് നോക്കാം. 5:7 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? അപ്പൊ നമ്മളിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറഞ്ഞു അല്ലെ. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്താണ് അല്ലെ. എയുടെയും ബിയുടെയും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇസ് ടു ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ ക്യൂബ് ഇസ് ടു ബി ക്യൂബ് ആയിരിക്കൂലേ. ഇനി സിയും കൂടി ഉണ്ടെങ്കിലോ എ ക്യൂബ് ഇസ് ടു ബി ക്യൂബ് ഇസ് ടു സി ക്യൂബ് ആയിരിക്കും. അപ്പൊ ഇവിടെ 5ന്റെയും 7ന്റെയും ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാം. അപ്പൊ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു 5 ക്യൂബ് ഈസ് ടു 7 ക്യൂബ് ആണ്. 5ന്റെ ക്യൂബ് എത്രയാണ്? 125. 7ന്റെ ക്യൂബോ 343 അല്ലെ. ഇനി ഇതിൽ തന്നെ നേരെ തിരിച്ചു ചോദിച്ചാൽ ഇതിന്റെ ക്യൂബ് റൂട്ട് ചോദിക്കുകയാണെങ്കിലോ അതെന്തായിരിക്കും? സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ അല്ലെ. അപ്പൊ നമ്മള് 125:343ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? എയുടെയും ബിയുടെയും സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എ ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താ എഴുതുക നമ്മള്? ക്യൂബ് റൂട്ട് ഓഫ് 125 ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് 343. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 125 ഈസ് ഈക്വൽ ടു 5. ക്യൂബ് റൂട്ട് ഓഫ് 343 ഈസ് ഈക്വൽ ടു 7. 5:7. അപ്പോ രണ്ടും കൃത്യമായി മനസ്സിലായി കാണുമല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 336 എന്ന സംഖ്യയെ 5:7 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക. അപ്പൊ ഇവിടെ 5:7 എന്ന അംശബന്ധത്തിലാണ് ഭാഗിക്കേണ്ടത്. അപ്പൊ ഭാഗിക്കുക എന്ന് പറയുമ്പോൾ മൊത്തം എത്രയുണ്ട്? 5ഉം 7ഉം കൂട്ടിയാൽ 12. അപ്പൊ 12ൽ 5 ഭാഗവും കാണണം, 12ൽ 7 ഭാഗവും കാണണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 336 × 5/12 കാണണം. പിന്നെയോ 336 × 7/12 കാണണം. നോക്കുക, 336ൽ 12 എത്ര തവണ പോകും? 28 തവണ. അപ്പൊ ഇവിടെയും അതേപോലെ നമുക്ക് ക്യാൻസൽ ചെയ്തേക്കാം. 28. 28 × 5 140. ഇനി 28 × 7 7 2 14 140. 7 8 56. 140 56 196. ക്ലിയർ അല്ലേ? അപ്പോ 336നെ 5:7 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ എത്ര എങ്ങനെ എഴുതുക? 140ഉം 196ഉം ആയിട്ട് ഭാഗിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:5ഉം അവയുടെ വ്യത്യാസം 24ഉം ആയാൽ ചെറിയ സംഖ്യ ഏത് എന്നാണ്. അപ്പോ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതും അല്ലെ, സംഖ്യകൾ സമം എന്താ എഴുതുക? 3x, 5x. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5x - 3x അതാണ് തന്നിരിക്കുന്നത് 24 അല്ലെ. 5x എന്ന് 3x കുറച്ചാൽ 2x = 24. അപ്പൊ x is equal to 24/2 എന്ത് കിട്ടും? 12 കിട്ടും. ഇനി ചെറിയ സംഖ്യ കാണണം അല്ലെ. ചെറിയ സംഖ്യ ഏതാ? 3x അല്ലേ. അപ്പോ 3 × 12 ചെയ്താൽ മതി അല്ലെ. 3 12 എത്രയാണ്? 36. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഈ 5ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 2 അല്ലേ. അപ്പൊ 2x ആണ് 24. അപ്പൊ x is equal to 12. ചെറിയ സംഖ്യ 3 × 12 36 എന്ന് എഴുതി വെക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3ഉം അവയുടെ ഗുണനഫലം 216ഉം ആയാൽ വലിയ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ രണ്ട് സംഖ്യകൾ, ഒന്നാമത്തെ സംഖ്യ 2x, രണ്ടാമത്തെ സംഖ്യ 3x. ഇനി ഇവയുടെ ഗുണനഫലം 2x × 3x സമം 216 ആയാൽ അല്ലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലിയ സംഖ്യയാണ്. അപ്പൊ നമ്മൾ നോക്കുക, 2 × 3 6, x × x x². അപ്പൊ 6x² is equal to 216 അല്ലെ. അപ്പൊ x² is equal to 216 / 6.
എത്ര കിട്ടുക? 36. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 36. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു √36, 6 കിട്ടും. അപ്പൊ എക്സ് 6 കിട്ടും. അപ്പൊ നമുക്ക് കാണുന്നത് വലിയ സംഖ്യ അല്ലേ? അപ്പൊ വലിയ സംഖ്യ ഏതാ? 3x അല്ലേ? അപ്പൊ 3 × 6 എത്രയാണോ? 3 × 6 18. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ചോദ്യം, ഒരു ബാഗിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങൾ 7:8:9 എന്ന അംശബന്ധത്തിലുണ്ട്. ബാഗിൽ ആകെ 159 രൂപ ഉണ്ടെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അംശബന്ധം എഴുതി വെക്കുക. 7:8:9 എന്നാണ് അല്ലെ. അപ്പോ 7 എന്ന അംശബന്ധത്തിൽ 1 രൂപയാണ്. അപ്പോ 1 രൂപ. 8 എന്ന അംശബന്ധത്തിൽ 50 പൈസ, ശരിയല്ലേ? 9 എന്ന അംശബന്ധത്തിൽ 25 പൈസ. ഇപ്പൊ ശ്രദ്ധിക്കുക, 1 രൂപ 7 എണ്ണം ഉണ്ടെങ്കിൽ എത്ര പൈസയാവും? 7 രൂപ പ്ലസ് 50 പൈസ 8 എണ്ണം ഉണ്ടെങ്കിൽ 4 രൂപ, ശരിയല്ലേ? പ്ലസ് 25 പൈസ 9 എണ്ണം ഉണ്ടെങ്കിൽ 2 രൂപ 25 പൈസ, ശരിയല്ലേ? അപ്പൊ നമ്മളിത് മൊത്തം കൂട്ടി 7 ഉം 4 ഉം 11 ഉം 2 ഉം 13 രൂപ 25 പൈസ അല്ലെ? 13 രൂപ 25 പൈസ. അപ്പൊ ഇവിടെ നോക്കിയേ, 13 എന്നുള്ളത് രൂപയിലും 25 എന്നുള്ളത് പൈസയിലുമാണ്. അപ്പൊ 25 പൈസേനെയും കൂടി നമ്മൾ രൂപയിലേക്കാക്കി മാറ്റണ്ടേ? 25 പൈസ എന്ന് പറഞ്ഞാൽ 1/4 രൂപയല്ലേ? അപ്പോ 13.25 രൂപ അല്ലേ? 13.25 എന്ന് പറഞ്ഞാൽ 13 4 52 1 53/4 രൂപ. ഈ 53/4 രൂപയില് എത്ര 50 പൈസ ഉണ്ട്? 8 എണ്ണം ഉണ്ട് അല്ലെ? 53/4 എത്ര 50 പൈസ? 8 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 159 രൂപയിൽ എത്ര എണ്ണം ഉണ്ടെന്നല്ലേ കാണണ്ടേ? അതിനെന്താ ചെയ്യാ? 8 ഡിവൈഡഡ് ബൈ 53/4 ഇൻറ്റു 159. നോക്കുക, ഈ 4 നേരെ മുകളിലേക്ക് പോകും അല്ലെ? അപ്പോ 8 × 4 ഡിവൈഡഡ് ബൈ 53 × 159 അല്ലെ? 53 159 എത്ര പ്രാവശ്യം പോകും? 3 തവണ അല്ലെ? 3 തവണ പോകൂലേ? അപ്പൊ നോക്കുക, 3 4 12, 12 × 8 96. അപ്പോ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണ്? 96 ആണ്. ഇനി 25 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് കാണേണ്ടതെങ്കിലോ 9 ഡിവൈഡഡ് ബൈ 53/4 ഇൻറ്റു 159 ചെയ്താൽ മതി. 1 രൂപ നാണയങ്ങളുടെ എണ്ണമാണ് കാണണമെങ്കിലോ 7 ഡിവൈഡഡ് ബൈ 53/4 ഇൻറ്റു 159 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.